മോർണിംഗ് സ്റ്റുഡൻസ്, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന അതേ ചാപ്റ്ററിൽ വേറെ ടോപ്പിക്ക് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഓഡിറ്റിംഗ് ചെക്കിംഗ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിക്കുന്ന വിവിധ രീതികളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ടിക്ക് മാർക്സ്. അതായത് ഓഡിറ്റർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ടിക്ക് മാർക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചില ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ ചില സംശയത്തിന് ആസ്പദമായ കാര്യങ്ങൾ ഒന്ന് മാർക്ക് ചെയ്തിടാന്ന് മാത്രമേ ഉള്ളൂ. ഓഡിറ്റർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്സ് അല്ലെങ്കിൽ സിമ്പിൾസ് ആണ് അദ്ദേഹം അത് ചെക്ക് ചെയ്തു എന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾസിനെയോ മാർക്സിനെയോ ആണ് നമ്മൾ ടിക്സ് എന്ന് വിളിക്കുന്നത്. ആ ടിക്സ് എന്ന് പറയുന്നത് ടിക്ക് മാർക്സ് ആയിരിക്കാം, ഡിസ്റ്റിങ്റ്റീവ് ടിക്സ് ആയിരിക്കാം, ചെക്ക് മാർക്കോ ഓഡിറ്റ് മാർക്കോ ചെക്ക് സൈൻസ്, ഏത് പേരിലും അത് വേണമെങ്കിൽ അറിയപ്പെടാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിക്ക് മാർക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കി നോക്കൂ. ടിക്ക് മാർക്സ് എന്ന് പറയുന്നത് ഒരിക്കലും യൂണിഫോം അല്ല, അത് വ്യത്യസ്തമായിരിക്കും. പക്ഷേ അതെങ്ങനെയായിരിക്കണം? സിമ്പിളായിരിക്കണം, ചെറുതായിരിക്കണം, വളരെ വ്യക്തവും ആയിരിക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിക്ക് മാർക്സ് ആണ് ഓഡിറ്റർ ഡിഫറെൻറ്റ് വർക്ക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഫോർ വെരിഫിക്കേഷൻ, വൗച്ചിങ്, ചെക്കിംഗ്, പോസ്റ്റിംഗ്, കാസ്റ്റിംഗ്. ഇതിന് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഓരോന്നിനും വ്യത്യസ്ത രീതിയിലുള്ള ടിക്ക് മാർക്കുകളാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ ഓരോ ഓഡിറ്ററും അദ്ദേഹം സ്വന്തമായി ഡിസൈൻ ചെയ്യുന്ന ടിക്ക് മാർക്കുകളായിരിക്കും ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ എൻട്രീസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വെറൈറ്റീസ് ഓഫ് ടിക്ക് മാർക്സ് താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതൊക്കെയാണ് സാധാരണ ടിക്ക് മാർക്കുകളായിട്ട് ഒരു ഓഡിറ്റർ യൂസ് ചെയ്യുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത ഓഡിറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഇതിലേത് ടിക്ക് മാർക്സ് വേണമെങ്കിലും ഓഡിറ്റർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് അദ്ദേഹം ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് അതായത് വ്യത്യസ്ത ഫേമുകളുടെ ഓഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് ഓരോ വർഷവും അദ്ദേഹം ഇതിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ ഒരുപാട് ശ്രദ്ധയോട് കൂടിയാണ് ഒരു ഓഡിറ്റർ ആ ഒരു അക്കൗണ്ട്സ് വെരിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ള തെളിവ് കൂടിയാണ് ഇത്തരത്തിലുള്ള ടിക്ക് മാർക്കുകൾ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണുന്നത്. ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടിക്ക് മാർക്സ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സിമ്പിൾസാണ്. അത് അത്തരം അടയാളങ്ങളായിട്ടാണ് അവയെ വിശേഷിപ്പിക്കുന്നത്. ദെൻ സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രാറ്റജിക്കലി പർപ്പസ്ഫുള്ളായിട്ട് അവർ കണ്ടക്ട് ചെയ്ത ഐറ്റംസിന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ടിക്ക് മാർക്സുകൾ ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നത്. ദെൻ വ്യത്യസ്ത ക്ലയൻറ്റുകളുടെ വ്യത്യസ്ത ഓഡിറ്റ് വർക്കിന് വ്യത്യസ്ത കളറുകൾ ഉപയോഗിച്ച് ടിക്ക് മാർക്കുകൾ ഉപയോഗിക്കുകയായിരിക്കും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് പറയുന്നത്. അദ്ദേഹത്തിന് അതായിരിക്കും ഏറ്റവും നല്ലത്, ഏറ്റവും ഉചിതമായിട്ട് ചെയ്യേണ്ട രീതിയും അത് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് നേരത്തെ ടിക്ക് മാർക്സ് അവിടെ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് അവിടെ ടിക്ക് മാർക്സ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അതായത് നെക്സ്റ്റ് ഇയറിൽ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്കോ അവിടെ വീണ്ടും അതൊന്ന് മായ്ച്ച് വേറെ അതൊന്ന് ക്ലിയറാക്കി എഴുതുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തെറ്റ് അവിടെ അങ്ങനെ തന്നെ കിടക്കും. വീണ്ടും ഒരാൾ വന്ന് നോക്കുന്ന സമയത്തും അവർക്കത് മനസ്സിലായി കഴിഞ്ഞിരിക്കും. അതാണ് ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ ഓഡിറ്റിങ്ങിൻ്റെ എഫിഷ്യൻസി എൻഷുർ ചെയ്യുക എന്നൊരു പർപ്പസ് കൂടി എന്തിനുണ്ട്? ടിക്ക് മാർക്കുകൾക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ടെസ്റ്റ് ചെക്കിങ്. ടെസ്റ്റ് ചെക്കിങ് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഒരു ഫേമിൻ്റെ സാമ്പിൾ ട്രാൻസാക്ഷൻസ് ചെക്ക് ചെയ്യുന്ന പ്രവർത്തനമാണ് ടെസ്റ്റ് ചെക്കിങ് എന്ന് അറിയപ്പെടുന്നത്. ഓഡിറ്റിങ്ങിൽ പൊതുവെ സ്വീകരിച്ചു വരുന്നൊരു രീതിയാണിത്. വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. ദെൻ ഓഡിറ്ററുടെ മുൻപിൽ ടൈം ലിമിറ്റ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമാണ് എന്നുണ്ടെങ്കിൽ അവിടെ ടെസ്റ്റ് ചെക്കിങ് നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ഡീറ്റെയിൽഡ് ഓഡിറ്റിങ്ങിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ എന്ന് വെച്ചാൽ ഇതൊരു പാർഷ്യൽ ഓഡിറ്റാണ്. എന്ന് വെച്ചാൽ അവിടെ അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന അക്കൗണ്ട്സുകളിൽ നിന്നും അതിൻ്റെ സാമ്പിൾസ് മാത്രമാണ് അദ്ദേഹം ടോട്ടൽ ട്രാൻസാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് എടുക്കുന്നത്. അതായത് ഈ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അറ്റ് റാൻഡമാണ്. അതായത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് അദ്ദേഹം സെലക്ട് ചെയ്യുന്നു. അതായത് പ്രോബബിലിറ്റി തിയറിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന
കുറേ ട്രാൻസാക്ഷൻസ് റാൻഡംലി സെലക്ട് ചെയ്യുകയും ദെൻ സെലക്ട് ചെയ്തവയെ ചെക്ക് ചെയ്യുകയും അത് കറക്റ്റാണെങ്കിൽ ബാക്കിയുള്ളവ കൂടി കറക്റ്റാണ് എന്ന് അനുമാനിക്കുകയും ചെയ്യുന്നൊരു പ്രോസസ്സാണ് ടെസ്റ്റ് ചെക്കിംഗ് എന്ന് അറിയപ്പെടുന്നത്. എല്ലാ ട്രാൻസാക്ഷൻസും അവിടെ ചെക്ക് ചെയ്യുകയില്ല. അവിടെ എന്തേ ഉള്ളൂ, സെലക്ട് ചെയ്ത ട്രാൻസാക്ഷൻസ് മാത്രമേ ടെസ്റ്റ് ചെയ്യുകയുള്ളൂ. ഇതാണ് ടെസ്റ്റ് ചെക്കിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതിനൊരു ഡെഫിനേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് താഴെ. പ്രൊഫസർ വാൾട്ടർ ബി മിഗ്സ് ഓഫ് അമേരിക്ക ഡിഫൈൻസ്. എന്താ പറയുന്നത്? ടെസ്റ്റിംഗ് ആൻഡ് ടെസ്റ്റ് ചെക്കിംഗ് മീൻസ് ടു സെലക്ട് ആൻഡ് എക്സാമിൻ എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഫ്രം എ ലാർജ് നമ്പർ ഓഫ് സിമിലർ ഐറ്റംസ്. ഒരുപോലുള്ള ഐറ്റംസ്, അതായത് ഒരുപാട് ഒരുപോലുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അവയിൽ നിന്നും അവയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കുറച്ചെണ്ണം മാത്രം സെലക്ട് ചെയ്ത് അതിൻ്റെ ടെസ്റ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ചെക്കിംഗ് നടത്തുമ്പോൾ അതാണ് ടെസ്റ്റിംഗ് ഓർ ടെസ്റ്റ് ചെക്കിംഗ് എന്ന് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ അവിടെ സാമ്പിൾസിൻ്റെ ജഡ്ജ്മെൻ്റാണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. അത് ഒരു പ്രത്യേക പേഴ്സണൽ ഗ്രൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവ സെലക്ട് ചെയ്യുന്നത്. ടെസ്റ്റ് ചെക്കിംഗ് സക്സസ്ഫുൾ ആവുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ചെക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ്. അതായത് സ്ഥാപനം ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇൻറ്റേർണൽ ചെക്ക് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എപ്പോഴും ടെസ്റ്റ് ചെക്കിംഗ് എന്തായിരിക്കുകയുള്ളൂ, സക്സസ്ഫുള്ളായിട്ട് മാറുകയുള്ളൂ. ഓഡിറ്റ് വർക്ക് എത്രത്തോളം മിനിമൈസ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ പ്രധാന ഉദാഹരണം കൂടിയാണ് ടെസ്റ്റ് ചെക്കിംഗ്. ഓഡിറ്റർ ടെസ്റ്റ് ചെക്കിംഗ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം? ഒരുപാട് കോഷ്യസ് ആയിരിക്കണം, ഒരുപാട് ജാഗരൂകനായിരിക്കണം. കാരണം തെറ്റുകൾ അവിടെ കണ്ടുപിടിക്കപ്പെടാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം ടെസ്റ്റ് ചെക്കിംഗ് അപ്ലൈ ചെയ്യുമ്പോഴുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആൾറെഡി ഒരു ഇൻറ്റേർണൽ ചെക്കോ ഇൻറ്റേർണൽ കൺട്രോളോ ഉള്ള സ്ഥാപനമാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടൂ, അവിടെ അത്തരത്തിലുള്ള ടെസ്റ്റ് ചെക്കിംഗ് കണ്ടക്ട് ചെയ്യാൻ പാടുള്ളൂ. ദെൻ പ്രിക്വേഷൻസ് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് പ്രിക്വേഷൻസ് ടു ബി ടേക്കൺ വൈൽ അപ്ലൈയിങ് ടെസ്റ്റ് ചെക്സ് ആണ്. ടെസ്റ്റ് ചെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിന് മുൻകരുതലായിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ എന്തൊക്കെ പ്രിക്വേഷൻസാണ് പറയുന്നത്? അതായത് റാൻഡംലി തന്നെയായിരിക്കണം ട്രാൻസാക്ഷൻസ് സെലക്ട് ചെയ്യേണ്ടത്. ദെൻ ആ ഒരു മാസത്തിലെ ആദ്യവും അവസാനവും പാസ് ചെയ്ത എൻട്രീസ്, അതായത് ആ ഒരു മന്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യവും അവസാനവും പാസ് ചെയ്ത റിലേറ്റഡ് എൻട്രീസ് കൃത്യമായിട്ട് അദ്ദേഹം തെറോലി ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ അതായത് ദ ടെസ്റ്റ് ചെക്ക് ഷുഡ് ബി അറേഞ്ച്ഡ് ദാറ്റ് ദ വർക്ക് ഡൺ ബൈ ഓൾ ദ ക്ലർക്സ് ഓഫ് ദ ക്ലയൻറ്റ് ഈസ് ചെക്ക്ഡ്. ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഏത് മാനേജ്മെൻറ്റിലേക്കാണ് അദ്ദേഹം ഓഡിറ്റിംഗ് വർക്കിനായിട്ട് പോകുന്നത്, ദെൻ ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ ക്ലർക്സുകൾ ഈ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തന്നെ അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം ടെസ്റ്റ് ചെക്കിലൂടെ. ദെൻ സാമ്പിൾ ട്രാൻസാക്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യമായിട്ട് പറയുന്നത് ആ ഒരു ഹോൾ പീരിയഡ്, അതായത് അദ്ദേഹം ഏത് ഇയറിലാണോ അല്ലെങ്കിൽ ഏത് പീരിയഡിലാണോ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് ആ ഹോൾ പീരിയഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ലെഡ്ജറിൽ നിന്നും അദ്ദേഹം ട്രാൻസാക്ഷൻസ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ടെസ്റ്റ് ചെക്കിംഗ് നമുക്ക് ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്കും പാസ്ബുക്കിൽ നമ്മൾ എവറി ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും പ്രിക്കോഷൻസോട് കൂടി ആയിരിക്കണം അദ്ദേഹം എന്ത് ചെയ്യേണ്ടത്, ടെസ്റ്റ് ചെക്കിംഗ് ഒരു സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് ഒരു ടേം നോക്കൂ, റൊട്ടീൻ ചെക്കിംഗ്. റൊട്ടീൻ ചെക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൗച്ചിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. വൗച്ചിങ് എന്താണെന്ന് നമുക്കറിയാം, അതിൻ്റെ സപ്പോർട്ടിങ് എവിഡൻസ് വെച്ചുകൊണ്ട് പരിശോധിക്കുന്ന പ്രവർത്തനമാണ് അല്ലേ. അപ്പോൾ ഓഡിറ്റിങ്ങിന് ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു എസെൻഷ്യൽ പാർട്ടാണ് റൊട്ടീൻ ചെക്കിംഗ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ റൊട്ടീൻ ചെക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ട് ലൈൻ ഓഡിറ്റ് സ്റ്റാഫാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ജൂനിയർ ക്ലർക്സ്, അതായത് സ്ഥാപനത്തിൻ്റെ ജൂനിയർ ക്ലർക്സ് തന്നെയാണ് അവിടെ ഓഡിറ്റ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓഡിറ്റ് ടീമിൻ്റെ ജൂനിയർ ക്ലർക്സോ അല്ലെങ്കിൽ ഓഡിറ്റ് സ്റ്റാഫോ ആണ് ഈ റൊട്ടീൻ ചെക്കിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. റൊട്ടീൻ ചെക്കിംഗ് സാധാരണ എല്ലാ സ്ഥാപനങ്ങൾക്കും അത്യാവശ്യമായൊരു കാര്യമൊന്നുമല്ല. കാരണം അവിടെ നല്ലൊരു രീതിയിലുള്ള ഒരു ഇൻറ്റേർണൽ ചെക്ക് ഉണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ അവർ അവരുടെ പ്രവർത്തനങ്ങളും ഓപ്പറേഷൻസും അതുമായി റിലേറ്റഡ് ചെയ്ത ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് ബൈ മെഷീൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ഒരു റൊട്ടീൻ ചെക്കിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ അതാണ് റൊട്ടീൻ ചെക്കിങ്ങിനെ കുറിച്ച്. എന്ന് വെച്ചാൽ ദിവസേന ചെക്ക് ചെയ്യുക, നിരന്തരമായിട്ട് ആ ഓപ്പറേഷൻസിൻ്റെ പോസ്റ്റിങ്ങും കാസ്റ്റിങ്ങും ബാലൻസിങ്ങും ലെഡ്ജേഴ്സും അതിൻ്റെ സബ്സിഡിയറി ബുക്സും ഒക്കെ എന്താ ചെയ്യുക, റൊട്ടീൻ മാനറിൽ ചെക്ക് ചെയ്യുന്ന പ്രവർത്തനമാണ് എന്നറിയപ്പെടുന്നത് റൊട്ടീൻ ചെക്കിംഗ് എന്നറിയപ്പെടുന്നത് ബൈ ദ ഓഡിറ്റർ. ദെൻ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത് നമ്മുടെ റൊട്ടീൻ ചെക്കിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് കാര്യമായിട്ട് എന്ത് തന്നെയായിരിക്കും,
അതായത് ഓരോ പോസ്റ്റിങ്ങിലും ഓരോ എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്തുമുള്ള അതിൻ്റെ അരിത്മെറ്റിക്കൽ ആക്യുറസി വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ്. ദെൻ ക്ലറിക്കൽ എറേഴ്സ് കണ്ടുപിടിക്കുക, അത് മിനിമൈസ് ചെയ്യുക എന്നൊരു ഒബ്ജക്റ്റീവ് കൂടി എന്തിനുണ്ട്, റൊട്ടീൻ ചെക്കിങ്ങിന് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയി പറയുന്നതും ഇത് തന്നെയാണ്. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിന്നുമുള്ള എൻട്രീസ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പാസ് ചെയ്യുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുക. ദെൻ ലെഡ്ജേഴ്സ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തിടുക. ദെൻ എറേഴ്സും ഫ്രോഡ്സും ഒക്കെ റിവീൽ ചെയ്യിക്കാൻ ഒരു പ്രത്യേക ഫാക്ടർ കൂടിയാണ്, അല്ലെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ നല്ലൊരു ഘടകം കൂടിയാണ് റൊട്ടീൻ ചെക്കിംഗ് എന്നറിയപ്പെടുന്നത്. ദെൻ റൊട്ടീൻ ചെക്കിങ്ങിലൂടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലുള്ള ടിക്ക് മാർക്സുകൾ, സ്പെഷ്യൽ ടിക്കുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് റൊട്ടീൻ ചെക്കിങ് നടത്തിയിട്ട് അവിടെ ഒരു റെഡ് ലൈൻ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു അവിടെ ഒരു എറർ വന്നിട്ടുണ്ട് എന്ന്, ആ ഒരു ഫിഗറിൽ അവിടെ ഒരു എറർ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നു, കൃത്യമായിട്ട് അത് ആൾട്ടർ ചെയ്യാൻ കഴിയുന്നു. ദെൻ അരിത്മെറ്റിക്കൽ ആക്യുറസി ഓഫ് ദ പോസ്റ്റിംഗ് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ ഈ റൊട്ടീൻ ചെക്കിങ് സഹായിക്കുന്നുണ്ട്. ദെൻ റൊട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അത് ഏത് ഓഡിറ്റ് ക്ലർക്കിനും, അതായത് ബുക്ക് കീപ്പിങ്ങിൽ സാധാരണ അറിവുള്ള ഏതൊരു ഓഡിറ്റ് ക്ലർക്കിനും ചെയ്യാവുന്നൊരു പ്രവർത്തനമാണ് ഏത്, റൊട്ടീൻ ചെക്കിംഗ് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയി പറയുന്നത്, റൊട്ടീൻ ചെക്കിംഗ് ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിപൂർവ്വം അവർ നടത്തിയ ഫ്രോഡ്സും എറേഴ്സും ഒന്നും കണ്ടുപിടിക്കാൻ പര്യാപ്തമല്ല, റൊട്ടീൻ ചെക്കിംഗ് പര്യാപ്തമല്ല. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത്, ചെറിയ ചെറിയ തെറ്റുകൾ മാത്രമാണ് ഇതിലൂടെ കണ്ടുപിടിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. റൊട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത് 100% ഒരു മെക്കാനിക്കൽ ചെക്കിംഗ് ആണ്, ഒരു യാന്ത്രികമായ ചെക്കിംഗ് ആണ്. അതുകൊണ്ട് ഇത് ചെക്ക് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം നടത്തുന്നവർക്ക് പലപ്പോഴും അവരുടെ മനസ്സിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ വിരസതയുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം ഇത് സൃഷ്ടിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത്, റൊട്ടീൻ ചെക്കിംഗ് ഡസ് നോട്ട് ഗോ ബിഹൈൻഡ് ബുക്സ് ആൻഡ് ദെർഫോർ ഇറ്റ് ക്യാനോട്ട് ബി കോൾഡ് ഫുൾ പ്രൂഫ്. അതായത് റൊട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത് ബുക്കുകൾക്കുള്ളിലൂടെയുള്ള ഒരു നിരന്തരമായ ചെക്കിംഗ് ആണെങ്കിൽ കൂടി പലതും നമുക്ക് ചിലപ്പോൾ അവിടെ കണ്ടുപിടിക്കാൻ കഴിയാതെ പോകുന്ന ഒരു രീതിയിലേക്ക് പോവും. അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാ തെളിവുകളും കണ്ടുപിടിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്കൊരിക്കലും റൊട്ടീൻ ചെക്കിങ്ങിനെ കരുതാൻ പറ്റില്ല. ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇത് അനുയോജ്യമായിരിക്കുകയുള്ളൂ. ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡീമെറിറ്റായിട്ട് പറയുന്നതാണ്. അപ്പോൾ സിമ്പിളായ എറേഴ്സ് മാത്രമേ ഇതിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചെറിയ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇത് അനുയോജ്യം. ക്ലവർലി നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്ന ഒരുപാട് എറേഴ്സും ഫ്രോഡ്സും ഒന്നും നമുക്ക് റൊട്ടീൻ ചെക്കിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ടേമാണ് സർപ്രൈസ് ചെക്സ്. സർപ്രൈസ് ചെക്സിൽ പറയുന്നത്, സർപ്രൈസ് ചെക്സ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ആരും തന്നെയാണ്, ഓഡിറ്റർ തന്നെയാണ്. അദ്ദേഹം പെട്ടെന്നൊരു വിസിറ്റ് എവിടേക്ക് നടത്തുന്നു, കമ്പനിയിലേക്ക് നടത്തുന്നു. ദെൻ അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആയ പല ഐറ്റംസും പെട്ടെന്ന് ചെക്ക് ചെയ്യുന്നു. അതാണ് സർപ്രൈസ് ചെക്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കൗൺസിൽ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ തന്നെയാണ് ഇത്തരത്തിലൊരു സിസ്റ്റം ഓഡിറ്റിങ്ങിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഡിറ്റിംഗ് സെനാരിയോയിൽ ഇതിന് പ്രാധാന്യം വർദ്ധിച്ചത് 1975 മുതലാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ പെട്ടെന്ന് കമ്പനിയിലേക്കൊരു വിസിറ്റ്, അത് അവരെ ഇന്ന ദിവസം വരുന്നുണ്ട് എന്ന് ആ വരുന്ന ദിവസമോ അല്ലെങ്കിൽ തലേദിവസമൊക്കെ അറിയിക്കുള്ളൂ. പെട്ടെന്നൊരു സർപ്രൈസ് വിസിറ്റാണ്. അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അതിനുള്ള സമയങ്ങളൊന്നും ഇവിടെ കിട്ടില്ല, ഈ സർപ്രൈസ് ചെക്കിൽ കിട്ടില്ല. അപ്പോൾ എന്താ അതിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത്, ഓഡിറ്റർ ഫ്രീക്വൻ്റ്ലി എവിടെ വിസിറ്റ് ചെയ്യുക, ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ഫേം വിസിറ്റ് ചെയ്യുക, എങ്ങനെ, വിത്തൗട്ട് പ്രയർ നോട്ടീസ്. അതായത് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ അദ്ദേഹം ആ ഒരു ഫേമിലേക്ക് എൻ്റർ ചെയ്യുക. എന്തൊക്കെയാണ് അവിടെ അദ്ദേഹം ചെയ്യുന്നത്, വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബുക്ക്, ക്യാഷ് ബാലൻസ് ആൻഡ് അതർ ഐറ്റംസ്, ദെൻ വെരിഫിക്കേഷൻ ഓഫ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി, നിയമപരമായി അവർ സൂക്ഷിക്കുന്ന രജിസ്റ്റേഴ്സും ദെൻ അവരുടെ ഒറിജിനൽ ബുക്സ് ഓഫ് എൻട്രീസും കൃത്യമായിട്ട് പരിശോധിക്കുക. ദെൻ വേജ് ഷീറ്റ്, പേറോളും ഒക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക. ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്, വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും കൃത്യമായിട്ട് പരിശോധിക്കുക, വെരിഫൈ ചെയ്യുക. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ വെരിഫൈ ചെയ്യുക. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തായിരിക്കും,
ക്ലയൻറ്റ് സ്റ്റാഫ് എപ്പോഴും അലർട്ടായിട്ട് ഇരിക്കണം അല്ലേ. ഇത്തരത്തിലുള്ളൊരു സർപ്രൈസ് ചെക്ക് ഉണ്ടെന്ന് കണ്ടാൽ അവർ വളരെ കോഷ്യസ് ആയിരിക്കണം, പങ്ക്ച്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സർപ്രൈസ് ചെക്കിലൂടെ ആ ഓഡിറ്ററെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ ആ സ്ഥാപനത്തിന് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, ക്ലയൻറ്റ് സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നൊരു മോറൽ ചെക്ക് തന്നെ അവർ എപ്പോഴും നടത്തിയിട്ടുണ്ടായിരിക്കണം. സ്ഥാപനത്തിൻ്റെ ഇൻറ്റേർണൽ ചെക്കിനെ കുറിച്ചും ഇൻറ്റേർണൽ കൺട്രോളിനെ കുറിച്ചും അതിലുണ്ടാകുന്ന ഇൻസഫിഷ്യൻസിയും വീക്ക്നെസ്സസിനെയൊക്കെ കുറിച്ച് ഒരു പ്രധാന ശ്രദ്ധ ഓഡിറ്റർക്ക് കൊണ്ടുവരാൻ ഈ ഒരു സർപ്രൈസ് ചെക്ക് അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. ദെൻ ഓഡിറ്റിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുവാനും അതിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നൊരു പ്രവർത്തനം കൂടിയാണ് സർപ്രൈസ് ചെക്ക് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ പറയാതെ അറിയിക്കാതെ വന്ന് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന, വെരിഫൈ ചെയ്യുന്ന പ്രവർത്തനമാണ് സർപ്രൈസ് ചെക്ക് എന്ന് അറിയപ്പെടുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൗൺസിൽ തന്നെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാണ് ഇതിന് പ്രചാരം സിദ്ധിച്ചതായിട്ട് പറയുന്നത്? 1975. ഓക്കെ. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ബാലൻസിങ് ബുക്സ് ആണ്. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യുമ്പോൾ അത് ടാലി അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടുകഴിഞ്ഞാൽ, ഓഡിറ്ററുടെ ശ്രദ്ധയിൽ അത് പെട്ടുകഴിഞ്ഞാൽ അദ്ദേഹം എവിടെയാണ് ഡിഫറൻസസ് വന്നത് എന്ന് കണ്ടുപിടിക്കേണ്ട ഡ്യൂട്ടി ആർക്കുണ്ട്? ഓഡിറ്റർക്കുണ്ട്. അപ്പോൾ നല്ലൊരു തെറോ ചെക്കിങ് അദ്ദേഹം കണ്ടുപിടിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നടത്തിയാൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള എറേഴ്സ് ബാലൻസിങ്ങിൽ വന്നത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹത്തിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. അതായത് ഗൈഡ് ലൈൻസ് ടു ഫൈൻഡിങ് ദ ഡിഫറൻസസ് ഇൻ ബാലൻസിങ് ബുക്സ്. അതിൽ ഒന്നാമതായി പറയുന്നത് ദ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് ദെയർ ബാലൻസസ്, ദെയർ കാസ്റ്റിംഗ്, ക്യാരി ഫോർവേഡ്സ് എറ്റ്സെട്ര. ലെഡ്ജർ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാലൻസസ് എങ്ങനെയാണെന്നും എങ്ങനെയാണത് ബുക്സ് ഓഫ് എൻട്രീസിൽ നിന്ന് ഇങ്ങോട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും അത് മറ്റൊരു അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് ക്യാരി ഫോർവേഡ് നടത്തിയിരിക്കുന്നത് എന്നും കൃത്യമായിട്ട് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരിക്കണം, ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഹി ഷുഡ് ചെക്ക് ദ ബാലൻസ് ഓഫ് വാരിയസ് ലെഡ്ജർ അക്കൗണ്ട്സ് ഓൺ ട്രയൽ ബാലൻസ് ആൻഡ് ദ ലിസ്റ്റ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. എന്ന് വെച്ചാൽ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ ബാലൻസ് പരിശോധിക്കുന്ന സമയത്ത് ട്രയൽ ബാലൻസും അതോടൊപ്പം ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ലിസ്റ്റും ഒപ്പം വെച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം അത് ചെക്ക് ചെയ്യേണ്ടത്. ദെൻ ട്രയൽ ബാലൻസസിൻ്റെ കാസ്റ്റിങ്ങും പോസ്റ്റിങ്ങും എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അദ്ദേഹം ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഏതെങ്കിലും രീതിയിൽ ഫിഗേഴ്സിൽ അവർ വല്ല ആൾട്രേഷൻസോ അല്ലെങ്കിൽ ക്യാൻസലേഷൻ തന്നെ നടത്തിയിട്ടുണ്ടോ ഫിഗേഴ്സുമായി ബന്ധപ്പെട്ട് എന്ന് അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം സസൂക്ഷ്മം പരിശോധിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ ഫിഗേഴ്സൊക്കെ കൊടുക്കുന്ന സമയത്ത് 10, 100, 1000 എന്നിവ കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ അവർ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ആൾട്രേഷൻസ് വരുത്തിയിട്ടുണ്ടോ, അത് റോങ് ടോട്ടലിങ് അവിടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം ഒന്നും കൂടെ റീടോട്ടൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. 10, 100 ആക്കിയിട്ടോ 100, 1000 ആക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നു. ദെൻ ഇതുപോലെ സംഭവിക്കാവുന്ന മറ്റൊരു തെറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, 18, 81 ആക്കിയിട്ട് 81, 18 ആക്കിയിട്ട് കൊടുക്കാനുള്ള ചാൻസസ് കുറവാണ്. അപ്പം എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ഡിഫറൻസസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അത്തരം എമൗണ്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അത്തരം അങ്ങനൊരു ഫാക്ടർ എറർ അവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിഫറൻസസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ദെൻ അത് ഒരു റോങ് പോസ്റ്റിംഗ് തന്നെയാണ്. അത്തരത്തിലുള്ള നമുക്ക് പക്ഷേ ആ ഒരു ലെഡ്ജർ ക്ലോസ് ചെയ്ത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള എറർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് ശ്രദ്ധാപൂർവം അത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു എൻട്രി അങ്ങനെയാണ് മാറിക്കൊടുത്തിരിക്കുന്നത് എന്നോട് കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. റോങ് പോസ്റ്റിംഗ് ആണ് അത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഗൈഡ് ലൈൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാലൻസിങ്ങിൻ്റെ കാര്യത്തിൽ വന്ന ഡിഫറൻസസിൽ ലൊക്കേറ്റ് ചെയ്യാൻ ഓഡിറ്റർക്ക് കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തരോ ചെക്കിംഗ് തന്നെ ഓഡിറ്ററുടെ ഭാഗത്ത് നിന്ന് നടന്നാൽ മാത്രമാണ് ഇത്തരത്തിൽ ലെഡ്ജർ അക്കൗണ്ടുകളിൽ അവർ ബോധപൂർവമോ അല്ലാതെയോ വരുത്തിയ ആ ഒരു ബാലൻസിങ് എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യാൻ ഒരു ഓഡിറ്റർക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ആയിട്ടുള്ള പോർഷൻസുകളാണ് ഇതിപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് അല്ല, അതല്ലാതെ വരുന്ന മറ്റു ടോപ്പിക്കുകളാണ്. അതിവിടെ കംപ്ലീറ്റഡ് ആണ് കേട്ടോ. താങ്ക് യു.